റിവ്യൂവിൽ തന്നെ വിശ്വാസമില്ല. എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് ആ വേർഡ് യൂസ് ചെയ്യാമെന്ന് അറിയത്തില്ല. എൻ്റെ കപ്പ് എന്ന് പറയുന്നത് ക്യൂബിൽ പടം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിൽ പിന്നെ വരുന്ന ഒരു സുനാമിക്ക് ഞാൻ ഉത്തരവാദിയല്ല. എൻ്റെ പടം ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഇതെന്ന് വെച്ചാൽ ഇന്ന ഡേറ്റിന് പടം ഇറക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം ഞാൻ ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് തരും. ഇതാണ് എൻ്റെ ഗ്യാരണ്ടി. അതിനപ്പുറം എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. കമേഴ്ഷ്യൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അത് നിർണ്ണയിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അതിനെക്കുറിച്ച് ആലോചിക്കുന്നവർ മണ്ടന്മാരാണ്. കാരണം അത് ലക്കാണത്. അത് ഒരാൾക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ എത്ര മോശം സിനിമകളാണ് കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യുന്നത്. മീൻസ് മോശം എന്ന് പറയുന്നത് പുറത്ത് അഭിപ്രായം കേൾക്കുന്നുണ്ട്. നല്ലതല്ലോ അപ്പുറം കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഫിനാൻഷ്യൽ സാധനം എന്ന് പറയുന്നത് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റാത്തതാണ്. അതിനൊരു ഫോർമുല ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ സിനിമയിൽ വിശ്വസിച്ച് സിനിമ ഇറക്കുക. അത് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനിപ്പോൾ നാലാമത്തെ സിനിമയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും അധികം അപ്രീസിയേഷൻ ഞാൻ എൻജോയ് ചെയ്ത കനകം കാമനികളത്തിന് കിട്ടിയ അപ്രീസിയേഷൻസാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. കാരണം എനിക്ക് അതിന് കിട്ടുന്ന അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അത് കിട്ടുന്നത്. ബാക്കിയുള്ള സിനിമകളിൽ അങ്ങനെയല്ല. ഒരിക്കലൊരു ഓവർ റീഡിങ് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ളൊരു വായന അതുണ്ട്. പക്ഷേ കനകം കാമനി പോലെ സിനിമയ്ക്ക് എന്താണോ നമ്മൾ പറഞ്ഞത് അതേപോലെയാണ് ഇതാവുന്നത്. അതെൻ്റെ ഒരു ഫേവറേറ്റ് ജോണറാണ്. ഞാൻ വളരെയധികം വിശ്വസിക്കുന്ന, എനിക്ക് എൻ്റെ ഒരു സ്ട്രെങ്ത് ഏരിയയും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അഭിമാനത്തോടെ പറയുന്നു കേട്ടോ. അപ്പം അതുപോലുള്ള സിനിമകൾ ഞാൻ കനകം ഇറങ്ങിയപ്പോൾ മനസ്സിലാക്കിയത് വെച്ചാൽ അതുപോലെ സിനിമകൾക്ക് ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയത്. അതുപോലെ സിനിമകൾക്ക് ആൾക്കാരില്ലാതെ ഉണ്ട്. അത് നമുക്ക് മുമ്പേ അറിയാം ഇതുപോലെ സിനിമയ്ക്ക് ഇവിടെ ആൾക്കാരില്ല. പക്ഷെ ഇപ്പോഴും നീഷ് ആൾക്കാരുണ്ട് അറിഞ്ഞത് ആ സിനിമയ്ക്ക് ശേഷം. അതുകൊണ്ട് തന്നെ അതുപോലുള്ള ആൾക്കാരെ ഏത് സമയത്തും എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും. അത് എനിക്ക് അറിയുന്ന ജോണർ ആയതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഏരിയയിലുള്ള ആൾക്കാരെ എനിക്ക് എപ്പോഴും തൃപ്തിപ്പെടുത്താൻ പറ്റും. ബാക്കി എനിക്ക് പല സ്ഥലങ്ങളിൽ എൻ്റെ ഒരു അത്ഭുതം എന്ന് വെച്ചാൽ അത് പ്രായഭേദമന്യേ പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ഞാനത് പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ പൊതുവായിട്ട് എനിക്ക് അങ്ങനെ കേൾക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ വരുമ്പോൾ ഇതിനകത്ത് രണ്ടുപേര് പറയുന്നു. ഞാൻ ഒരു ടാക്സി പോകുമ്പോൾ ഒരു പ്രായമുള്ള ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ നിങ്ങൾ ഏതാ എന്ന് പറയുമ്പോൾ സംവിധായകനാണ്. ഏതാ പടം? കനകം. ആ ജാഫർ. അത് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അയാൾ ചിലപ്പോൾ ഇടുക്കി എന്നുള്ളൊരു ഡ്രൈവർ ആയിരിക്കാം. ഒരാൾക്ക് ഓരോ തരത്തിലാണ് ഓരോ ക്യാരക്ടേഴ്സും കണക്ട് ചെയ്യപ്പെടും. നമ്മുടെ ഉദ്ദേശം അത് തന്നെ, ഒരു ബുഫയാണ്. നിങ്ങൾ പൊറോട്ട തിന്നാൻ പോകുന്നെങ്കിൽ ആ പൊറോട്ട മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ബുഫെ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഓക്കെ. അത് എല്ലാം എക്സ്പെക്ട് ചെയ്യും. അത് നല്ലത് കിട്ടിയ പേടിയുള്ളൂ കേട്ടെ. നല്ലത് കിട്ടിയാൽ നമുക്ക് തന്നെ ഇത് ഇങ്ങനെയൊന്നും പറയേണ്ടതൊന്നും അല്ല. മീൻസ് നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ കുറേ സിനിമക്കാരെ കണ്ടിട്ടും സിനിമക്കാരിൽ നിന്ന് പഠിച്ചിട്ടൊക്കെ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭയങ്കര വായിൽ നിന്ന് പറക്കേണ്ട സിനിമയൊന്നും നമ്മൾ ഇറക്കുന്നില്ല ഇവിടെ. ഇപ്പം എല്ലാം താൽക്കാലികമായ സിനിമകൾ ഇവിടെ ഇറങ്ങുന്നത്. മാസ്റ്റർ പീസ് ഒന്നും ഇറങ്ങുന്നില്ല. അത് വെറുതെ പറച്ചിലുകളാണ്. ഇനി ഒരു ഇരകളൊക്കെ എപ്പോൾ വരും ദൈവത്തിന് അറിയൂ. ഇപ്പോൾ നടക്കുന്നത് ടെമ്പററി പരിപാടികൾ. ആ പരിപാടികളിൽ കിട്ടുന്ന നല്ല സിനിമകൾ നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്നു. ഇതിൻ്റെ വരുംപരായികൾ ആലോചിച്ച് കണ്ടാൽ പിന്നെ അതിനേ സമയമുണ്ടാവും. ഞാൻ ഒരു പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഞാൻ മാക്സിമം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ മാക്സിമം എൻ്റെ അറ്റൻഷൻ മാറ്റി അടുത്ത സ്ക്രിപ്റ്റിലോട്ട് പോകും. അതാണ് ചെയ്യാറ് ഞാൻ. ഇതിൻ്റെ കമേഴ്ഷ്യൽ പരിപാടികളിൽ നിന്നാൽ നമ്മൾ മാനസികാഘാതോ ഹൃദയാഘാതോ അതൊക്കെ പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കട്ടെ. പ്രൊഡക്ഷനിലെ ഭാഗമാണ്. അല്ല, ഇതിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റീവ് ഇന്റലക്ച്വൽ ഇതാണ് ഇതിന്റെ ഇൻവെസ്റ്റ്. ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. എൻ്റെ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. എൻ്റെ ഇന്റലക്ച്വൽ ഇതെന്ന് പറയുന്നത് അവർ പടത്തിന്റെ ഇതിനേക്കാൾ വലുതാ. അപ്പൊ പിന്നെ പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ, അത് നമ്മൾ വില കൽപ്പിക്കാൻ പറ്റാത്ത സാധനമല്ലേ. അപ്പം നമ്മൾ പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ പ്രൊഡ്യൂസറിൽ ജസ്റ്റിലെ പേരേ ഉള്ളൂ. ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ അത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മൊത്തവും അതിനെ സാമ്പത്തികമായിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ടല്ലേ പ്രൊഡ്യൂസേഴ്സ് അവിടെ വരുന്നത്. അല്ല, ഇല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട്. എൻ്റെ വീട്ടിലൊരു പെയിൻറ്റിങ് പോലെയുണ്ട് ആ പടം. സ്ക്രിപ്റ്റ് ഫ്രെയിം ചെയ്ത് വെക്കും ഞാൻ. അത് നിങ്ങൾക്ക് വീട്ടിൽ പൈസ ആക്കണം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ വരുന്നത് എൻ്റെ അടുത്ത്, അല്ലേ? അപ്പോൾ ആ പൈസ ആക്കുമ്പോൾ ഞാൻ പറയുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ എനിക്കൊരു ഫീസ് വേണം. അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എനിക്ക് 3% വേണം. ഇങ്ങനെയാണ് ഒരു സംവിധായകൻ ഞാൻ ബാർഗെയിൻ ചെയ്യുന്നത്. ബാക്കി ആ സിനിമ നിങ്ങൾ കൺവിൻസ്ഡ് ആയല്ലോ നിങ്ങൾ എടുക്കൂ, അല്ലേ?
ആ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ എടുക്കൂ. ഇല്ലാതെ നിങ്ങൾ പൈസ ചിലവാക്കത്തില്ലല്ലോ. നിങ്ങൾക്കത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാം, ആ ക്രിയേറ്റിവിറ്റി വിറ്റ് പൈസ ഉണ്ടാക്കാം എന്ന് തോന്നുന്നുള്ളതുകൊണ്ടാണ് ഒരു പ്രൊഡ്യൂസർ അതിൽ എഗ്രി ചെയ്യുന്നത്. അത് അങ്ങനെയല്ലേ വേണ്ടത്. അങ്ങനെയാണ് പിന്നെ അത് എങ്ങനെയായാലും അവർ ആക്സെപ്റ്റ് ചെയ്യണ്ടേ. കാരണം നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിൻ്റെ മിസ്റ്റേക്ക് അല്ലേ ഇത് ആ സിനിമ ആക്സെപ്റ്റ് ചെയ്തത് അല്ലേ. ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതും കൊണ്ട് നിങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അല്ലാതെ ഒരു ഡയറക്ടറുടെയോ ഒരു ഇവരുടെയൊക്കെ കറൻറ്റ് സ്റ്റാറ്റസ് നോക്കിയിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോയാൽ പിന്നെ എപ്പോഴും ദുരന്തങ്ങളെ സംഭവിക്കും. ആ സ്ക്രിപ്റ്റൊക്കെ നോക്കി വായിച്ച് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല നമുക്ക്. മാർക്കറ്റ് ദിവസം കഴിയുന്നൊരു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ്. സ്ക്രിപ്റ്റിൻ്റെ ഒരു ബേസിക് സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതൊക്കെ ഓക്കെ ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക ആൾക്കാർ. ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം കഴിഞ്ഞിട്ട് ഏതോ ഒരു കവിയാണോ കവിയത്രിയാണോ ഓർക്കണില്ല, ഫേസ്ബുക്കിൽ എഴുതിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സുരാജിൻ്റെ പ്രായം സൗബിൻ്റെ അപ്പൂപ്പനെ പോലെ ഉണ്ട് എന്നുള്ളത്. അച്ഛൻ്റെയും മകനും തമ്മിലുള്ള പ്രായ വ്യത്യാസം അത് നെഗറ്റീവായിട്ട് എഴുതിയേക്കുന്നത്. ഇതിപ്പോൾ ഒരു റിവ്യൂ ഒരു അഭിപ്രായ പ്രകടനമാണല്ലോ. ഇതിനോട് നേരത്തെ കൂടെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ റിവ്യൂ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചതിൻ്റെ ഇതിനെ ഞാൻ എങ്ങനെ കാണണം. ബേസിക്കലി ഞാനും എൻ്റെ അച്ഛനും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇപ്പം അച്ഛൻ ജീവിച്ചിരിപ്പില്ല. എനിക്ക് തോന്നുന്നു ഒരു 40 വയസ്സിൻ്റെ 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം അച്ഛന് ഞാൻ ഉണ്ടാവുമ്പോൾ. ഓക്കെ, അപ്പോൾ എനിക്കൊരു 30 വയസ്സുള്ള സമയത്ത് അച്ഛന് 70 വയസ്സ് പ്രായം ഉണ്ടാവും. എനിക്ക് 40 വയസ്സുള്ള സമയത്ത് അച്ഛന് 80 വയസ്സ് പ്രായം ഉണ്ടാവും. എൻ്റെ അച്ഛൻ ആരോഗ്യപരമായിട്ട് മോശമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് 30 സമയത്ത് അച്ഛൻ 70 ഉണ്ട്. 70 വയസ്സുള്ള എൻ്റെ അച്ഛൻ ആരോഗ്യം കുറവാണെങ്കിൽ അതിനേക്കാളും ക്ഷീണിതനായിരിക്കും ആ കാണുന്ന 70 വയസ്സുള്ള എൻ്റെ വൈഫിൻ്റെ അച്ഛൻ ആ കാണുന്ന ആളെക്കാളും ടയർഡായിരുന്നു. അപ്പോൾ ഈ റിവ്യൂവിനോട് ഞാൻ അങ്ങനെ പ്രതികരിക്കും. ഇവർ പ്രായമുള്ള അച്ഛനെ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് ഇവരോട് എനിക്ക് പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞാൽ മനസ്സിലായോ? അത് പറയുന്നത് ഒരു കവിയാണ് അല്ലെങ്കിൽ കവയിത്രിയാണ്. അവരുടെ ബുദ്ധി അത്ര പോലെ താഴ്ന്നു പോയല്ലോ എന്നുള്ള സിമ്പതി മാത്രമേ എനിക്ക് ഈ ഇത്തരത്തിലുള്ള റിവ്യൂകളുള്ളൂ. കവിയാണ് കവയിത്രിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിലുള്ള ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള അത്ര തരത്തിലുള്ള ഒരു വിശാലമായ വായന പോലും നിങ്ങൾക്കില്ല. നിങ്ങൾ പിന്നെ എന്ത് കവിയാ? ഇവരോട് ഉത്തരം പറയാൻ നിൽക്കണോ? ഞാൻ ഫേസ്ബുക്ക് പൂട്ടി അൺഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സാധനം പടം അനൗൺസ് ചെയ്യുമ്പോൾ മാത്രം ഓപ്പൺ ചെയ്യുന്നു. ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. ഏത് ഇൻസ്റ്റാഗ്രാമാ? പിന്നെ ഇൻസ്റ്റാഗ്രാം ഇല്ല. പിന്നെ വാട്സപ്പ് വേറെ ഫോണില്ല. രാവിലെ പോയി വൈകുന്നേരമൊക്കെ നോക്കുന്നത്. ജീവിതം കഴിയുന്നത് അവനവൻ്റെ ജീവിതം ജീവിക്കുക. ഇമാതിരി പരിപാടികളിൽ നിന്നൊക്കെ ഒഴുകിപ്പോകും. ഈ ആൾക്കാർ പറയുന്ന കേട്ടുന്ന പിന്നെ ഇതിനെ നമുക്ക് സമയമുണ്ടാവും. ഒട്ടും ഡിസ്ട്രാക്ഷൻ പാടില്ല. നമ്മൾ നല്ലത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം. ഏത് അതാ നല്ല റിവ്യൂ ആൾക്കാർ ഫിൽട്ടർ ചെയ്ത് തരും. നമുക്ക് വേണ്ട ആവശ്യമില്ല. രതീഷ് ഏട്ടാ ദേണ്ട റിവ്യൂ ഉണ്ട് നല്ലൊന്ന് കേൾപ്പിക്കട്ടെ, ആ പറഞ്ഞോ മോനെ പറയും. അയാൾ പറയും ഏട്ടാ ഒരു മോശം റിവ്യൂ ഉണ്ട് നീ വെച്ചാൽ മതി. എൻ്റെ പ്രശ്നം തീർന്നില്ലേ? സംസാരങ്ങളിലും സിനിമകളിലും ഞാൻ വുഡി അലൻ്റെ ഒരു കട്ട ഫാനാണ്. ഞാൻ താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ഒരുവിധം എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് വുഡി അലൻ്റെ. വുഡി അലൻ്റെ പെർഫോമൻസുകൾ ഇഷ്ടമാണ്, വുഡി അലൻ്റെ എഴുത്ത് ഇഷ്ടമാണ്, വുഡി അലൻ്റെ കോമഡി ഇഷ്ടമാണ്. എല്ലാ സിനിമകളും ഒരുവിധം എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ കണ്ടിട്ടുണ്ടോ പേരൊക്കെ ചോദിച്ചാൽ കിട്ടത്തില്ല. ഞാൻ പല സമയങ്ങളിലായിട്ട് പലരും പറയുമ്പോഴൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണണമല്ലോ. അങ്ങനെ പല സിനിമകളും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും വുഡി അലനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വുഡി അലൻ്റെ ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ എഴുത്തിൽ വുഡി അലൻ്റെ ഹ്യൂമർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന്. അത് എനിക്ക് തോന്നുന്നു അയാളുടെ പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നതുകൊണ്ടുള്ളൊരു ഇതായിരിക്കും.